ഇപ്പം ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. ഞാൻ 2 ബ്രിഞ്ചി ഇല, ഇച്ചിരി പട്ട, രണ്ട് ഏലക്ക, 2 ഗ്രാമ്പ്, ഒരു 10-15 പെപ്പർ. ഇത് ഈ നെയ്യിൽ ഇങ്ങനെ നമ്മൾ ഇത് ഇച്ചിരി ലൈറ്റായിട്ട് വറുത്തെടുക്കുമ്പോൾ ആ ബിരിയാണി വളരെ മണമായിട്ടിരിക്കും, നല്ല സ്മെല്ല് സൂപ്പറായിട്ടിരിക്കും. ഇതിന് ശേഷം ഇതിൽ നമ്മൾ ചേർക്കേണ്ടത് ഈ റൈസിന് ആവശ്യമുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇത് 1.25 ഗ്ലാസ് വെള്ളമാണ്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റൈസ് എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ നിങ്ങൾ 1.25 ഗ്ലാസ് എടുക്കണം. അങ്ങനെ എടുത്താൽ മാത്രമേ ആ റൈസ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പം നമ്മൾ ഇതിൽ കുറച്ച് സാൾട്ട് ചേർക്കാൻ പോവുകയാണ്. ഇതിന് ആവശ്യത്തിനുള്ള ടേസ്റ്റ് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് ആവശ്യത്തിനുള്ള സാൾട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചു. അപ്പം നമ്മൾ ഇതിൽ കഴുകി വെച്ചിരിക്കുന്ന ആ 1 ഗ്ലാസ് റൈസ് നമ്മളിപ്പോൾ ഇതിലോട്ട് ഇടുകയാണ്. എപ്പോഴും വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ റൈസ് ഇടാൻ പാടുള്ളൂ. വിരിച്ച് വയ്ക്കാം. റൈസ് ഇതായിട്ട് 75% കുക്കായിട്ടുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ റൈസ് ഇതായി ഈ സ്റ്റേജിൽ വന്ന ഉടനെ നമ്മളതങ്ങ് മാറ്റി വയ്ക്കണം. അടുത്തത് നമ്മൾ ഇതിന് ബിരിയാണിക്ക് ആവശ്യമുള്ള മസാല എങ്ങനെ റെഡി ചെയ്യാമെന്ന് നോക്കാം. കുക്കർ നന്നായിട്ട് ചൂടായി. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഒഴിക്കാൻ പോണത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ ആ റേഷ്യോയിൽ നിങ്ങൾ ഒഴിക്കാം. ആ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളതിൽ ഒരു 3 ഏലക്ക, ഒരു 4 ഗ്രാമ്പ്, ഇച്ചിരി പട്ട ഇട്ടതിന് ശേഷം അതിൽ നമ്മൾ ഈ ഉള്ളി ഇടുകയാണ്. ഇത് 2 ഉള്ളി കട്ട് ചെയ്തത്. അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ അതിൽ ചേർക്കുക. ഇതിൽ കുക്കായതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഇടാൻ പോകുന്നതൊന്ന് ഇഞ്ചി പൂണ്ട് പേസ്റ്റാണ്. ടീസ്പൂൺ ഇഞ്ചി, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. നമ്മുടെ എരിവിന് ആവശ്യമുള്ള ഇതിപ്പം ഞാനൊരു 4 പച്ചമുളക് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലോട്ട് ഞാൻ അടുത്തത് ഇടാൻ പോകുന്നത് തക്കാളിയാണ്. ഇത് 2 ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ്. അപ്പം തക്കാളി നന്നായിട്ട് കുക്കായി. അപ്പോൾ ഇതിന് നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് കുറച്ച് മല്ലിയില ലാസ്റ്റ് നമുക്ക് ആവശ്യപ്പെടും. അതുകൊണ്ട് കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതിലോട്ട് ഇട്ടു. പിന്നെ പുതിന ഇലയാണ്. പുതിന മീൻസ് മിൻറ്റ് ലീഫ്. ഞാൻ ഈ കന്യാകുമാരി സ്റ്റൈലിലാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇത് കറി ലീവ്സാണ്. ഇത് കുറച്ച് കുക്കാവട്ടെ. നമ്മൾ കുറച്ച് അടച്ച് വയ്ക്കാം, ഇല്ലെങ്കിൽ സ്മെല്ലൊക്കെ അതിൻ്റെ പുതിനയുടെ മല്ലിയിലയുടെ സ്മെല്ലൊക്കെ പുറത്ത് പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ കുക്കായി. ഇതിലോട്ട് ഞാൻ ഫസ്റ്റ് പെപ്പർ പൗഡറാണ് ചേർക്കാൻ പോണത്. കര മസാലയാണ് ചേർക്കാൻ പോണത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തന്നെ റെഡി ചെയ്ത ബിരിയാണി മസാലയാണ് ചേർക്കാൻ പോകുന്നത്. ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മിക്സ്, 1 ടീസ്പൂൺ ഗരം മസാല. ഇതിലിപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിതിലിപ്പോൾ ചേർക്കുന്നില്ല.
അപ്പോൾ അത് അടുത്തത് നമ്മൾ ഇതിൽ ചേർക്കാൻ പോണത് ഈ വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചിക്കൻ്റെ പീസുകളൊക്കെ ഇതിലോട്ട് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാല എല്ലാം ചിക്കനിൽ ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിൽ ചേർക്കാൻ പോണത് ഇതിലൊരു ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ടേബിൾ സ്പൂൺ തൈരാണ്. ഒരു ടേബിൾ സ്പൂൺ തൈര്. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇതിൽ ചേർക്കാൻ പോണത്, ഞാൻ ആദ്യം പറയാൻ മിസ് ചെയ്തത് ഒരു സാധനമാണ് ലെമൺ. ആദ്യം പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് ഇപ്പം പറയുകയാണ്. പാതി ലെമൻ്റെ ചാറ്. അപ്പോൾ മസാലയൊക്കെ ഇട്ട് ലെമൺ ഇട്ട് എല്ലാം ഇട്ടു. ഇപ്പം നമ്മളിത് കുക്കർ അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു 2 വിസിൽ വരുമ്പം കറക്റ്റായിട്ട് കുക്കായിരിക്കും. ചിക്കൻ മസാല കുക്കാവുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. വലിയ ഉള്ളി വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത ഉള്ളി വന്ന് നമ്മളിതിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലോട്ട് അത് ചൂടായതിനു ശേഷം അതിലോട്ട് നമ്മൾ ഈ ഉള്ളി ഇടാൻ പോവുകയാണ്. നെയ്യ് ചൂടായി അതിലോട്ട് ഞാൻ ഇത് ഒരു വലിയ ഉള്ളിയുടെ പാതിയാണ്. കാരണം നമ്മൾ കുറച്ച് മാത്രം. ഇപ്പോൾ ഈ സ്റ്റേജിലായതിനു ശേഷം ഇതിവിടെ സൈഡിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതിൽ തന്നെ നിങ്ങൾ കാഷ്നട്ട് കുറച്ച് കളർ മാറിയതിന് ശേഷം നിങ്ങൾ കിസ്മസ് പഴം ഇതിലോട്ടിടാം. അപ്പം 2 വിസിൽ വന്നു. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ആവിയൊക്കെ അടങ്ങിയതിന് ശേഷം ഞാൻ ഇത് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വേണ്ട, നമ്മൾ ഒരിച്ചിരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നാലും ഇത് കണ്ട കുറച്ച് വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഈ കുക്കറിൽ തന്നെയാണ് ഞാൻ ദമ്മിട്ടെടുക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പരിപ്പ്, മുന്തിരി, ഓണിയൻ ഫ്രൈ ചെയ്തത് എല്ലാം ഇതിലോട്ട് ഇടുകയാണ്. കുറച്ച് മല്ലിയില ഇടുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ റൈസ് വേവിച്ച് വെച്ചിരിക്കുന്ന ആ റൈസ് ഇടാൻ പോകും. ഇപ്പോൾ 1-2 സ്റ്റെപ്പായിട്ട് കൂടെ നമ്മൾ ഇടാം. ഇതിപ്പം കുറച്ച് ഇറച്ചിയും കുറച്ച് റൈസും ആയതുകൊണ്ട് ഒരേ സ്റ്റെപ്പിൽ തന്നെ ഞാൻ ഇത് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലോട്ട് കുറച്ച് മല്ലിയില, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഡ്രൈ ഗ്രേപ്സ്, അതായത് കാഷ്നട്ട്, ഡ്രൈ ഗ്രേപ്സ്, ഫ്രൈ ഓണിയൻ. തോന്നുന്ന ആ സമയത്ത് ഒരു വിസിൽ വരുന്നതിന് മുമ്പ് ഇതങ്ങ് ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ അടുപ്പിൽ തന്നെ അങ്ങനെ ഇടുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആവിയൊക്കെ അടങ്ങിയതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ ബിരിയാണി എങ്ങനെ റെഡിയായോ നോക്കാം. ഭയങ്കര സൂപ്പർ സ്മെല്ല്, പെപ്പറിൻ്റെ സ്മെല്ല്, അടിപൊളി സ്മെല്ല്. അപ്പം അടിപൊളി ബിരിയാണി, പെപ്പർ ചിക്കൻ ബിരിയാണി റെഡിയായി. അപ്പം നിങ്ങളും ഇത് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കുമെന്ന് കരുതുന്നു.
ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബർ ചെയ്യുകയും ചെയ്യണം.